നമസ്കാരം. വയനാട് ടൗൺഷിപ്പ് കാണാനെത്തിയ മമ്മൂട്ടി CPIM വയനാട് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു, എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾക്കൊന്ന് മാറി നിന്നുകൂടെ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കും എന്ന് മമ്മൂട്ടി പറഞ്ഞു. അത് ചാനലുകളൊക്കെ ആ ശബ്ദം ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. സംഭവം വിവാദമായി. ഇന്ന് മമ്മൂട്ടി റഫീഖിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ വിഷയം വിവാദമാക്കേണ്ടതില്ല എന്ന് വയനാട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം വിവാദമാണ്. ഇന്നലെ മുതൽ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, പറഞ്ഞത് വളരെ നന്നായി, പക്ഷെ പതുക്കെ പറയണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം ഒരു മനുഷ്യനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അത് ആരാണെങ്കിലും, ഏത് പാർട്ടിക്കാരനാണെങ്കിലും, ഇനി ഒരു പാർട്ടിയും ഇല്ലാത്തവനാണെങ്കിലും ഇങ്ങനെ ആളുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ, ചാനലുകളൊക്കെ ക്യാമറയും തുറന്നു വെച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതെന്റെ ഒരു അഭിപ്രായമാണ്. അതേസമയം മമ്മൂട്ടി പറഞ്ഞതിൽ തെറ്റില്ല. കാരണം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ചാനലുകളോടൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു നന്മയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും സഹായിക്കാൻ തയ്യാറായി. സർക്കാരിന് എല്ലാവരും പൈസ കൊടുത്തു. അങ്ങനെ പൈസ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കാണുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ചാനലുകളോട് നടത്തിയ പ്രതികരണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അതിൽ രാഷ്ട്രീയം കലരരുത് എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഈ റഫീഖ് നിന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. എന്തായാലും ആ വിഷയം ഇപ്പോൾ മമ്മൂട്ടി വിളിച്ച് സംസാരിച്ചു. റഫീഖ് പറഞ്ഞു അതങ്ങനെ അവസാനിച്ചു, തൽക്കാലം ആ വിഷയം നമുക്ക് വിടാം. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സിനിമാക്കാരെ കൊണ്ടുവന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കുക. സിനിമാക്കാര് മമ്മൂട്ടി തന്നെ ചികിത്സക്ക് മദ്രാസിൽ പോയി അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തുന്ന സമയത്ത് മമ്മൂട്ടിയെ സ്വീകരിക്കാൻ മന്ത്രിമാരും പൂച്ചെണ്ടുകളും ഒക്കെ ആയിട്ട് ആളുകൾ നിൽക്കുന്നു. ഇവിടെ മമ്മൂട്ടി പണിയെടുത്ത് കാശ് വാങ്ങിച്ചു, കുറച്ച് കാശുണ്ടാക്കി, വലിയ മുതലാളിയാണ്. അതിലപ്പുറം മമ്മൂട്ടിക്ക് മറ്റൊരു പൗരനേക്കാളും എന്തെങ്കിലും പ്രത്യേകതയൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ മമ്മൂട്ടിയെ പോലുള്ള അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള ഒരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഇല്ലാതെ ഒരു പരിപാടി പോലും നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിയുന്നില്ല. അവരെ തൊട്ടടുത്ത് ഇരുത്തണം. അവരെ തൊട്ടടുത്ത് ഇരുത്തി ആ ചിത്രം കൂടെ ഇപ്പോൾ പത്രത്തിൽ അടിച്ചു വന്നാലേ, അല്ലെങ്കിൽ ചാനലിൽ ആ ദൃശ്യം കൂടെ വന്നാലേ പരിപാടിക്കൊരു കൊഴുപ്പുള്ളൂ എന്ന ചിന്തയിലേക്ക് രാഷ്ട്രീയക്കാർ പോയിരിക്കുകയാണ്. എല്ലാ പരിപാടിയിലും ഈ സിനിമാക്കാരെ കൊണ്ടുവരിക, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാൻ മോഹൻലാലിനെ കൊണ്ടുവരിക, ഇങ്ങനെ സിനിമാക്കാരുടെ പുറകെ പോകുന്ന രാഷ്ട്രീയക്കാരാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഈ രാഷ്ട്രീയക്കാരൊന്ന് മനസ്സിലാക്കണം, എന്ത് പ്രത്യേകതയാണ് ഈ സിനിമാക്കാർക്കുള്ളത്. CPM സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി വിചാരിച്ചാൽ 10 വോട്ട് ഇവിടെ പാർട്ടിക്ക് കൊണ്ടുവരാൻ കഴിയും, പാർട്ടിക്ക് 10 വോട്ട് ജയിക്കാൻ കഴിയും. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബൂത്ത് പ്രസിഡന്റ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അതിന്റെ പ്രവർത്തകർക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ 10 വോട്ട് പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയും. ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ അതിന് കഴിയും. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കാലത്ത് CPM വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്തിനാണ് അവരെ വല്ലാതെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഈ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ നടത്തേണ്ട ആവശ്യം എന്താണ്? രാഷ്ട്രീയക്കാർക്ക് ഇത്തരത്തിലൊരു തിരിച്ചടി അത്യാവശ്യമായിരുന്നു. അത് മമ്മൂട്ടി കൊടുത്തു എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടിയോട് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു താല്പര്യം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷെ അപമാനിക്കരുതായിരുന്നു. ഇത് കുറച്ച് നേരത്തെ മെല്ലെ ചെവിയിൽ പറയണമായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോടാണെങ്കിലും അത് ചെവിയിൽ പറയുക. വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ, ഉറക്കെ പറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി അറിയില്ല, മമ്മൂട്ടി നേരത്തെ പതുക്കെ പറഞ്ഞ് കേൾക്കാത്തത് കൊണ്ടാണോ ഈ ചാനലുകൾ കേൾക്കുന്ന തരത്തിൽ പറഞ്ഞത് എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ പണി ചോദിച്ചു വാങ്ങിച്ചതാണ്. വെറുതെ സിനിമാ നടന്മാർക്ക് പുറകെ പോവുക, സിനിമാ നടന്മാർക്ക് പുറകെ പോയി അവരെ കൊണ്ടുവന്ന് ഇവിടെ വല്ലാതെ പരിപാടികളൊക്കെ കൊഴുപ്പിക്കുക, പിന്നെ എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 ആണെന്ന് പറയുക, ഇതൊക്കെ ഞങ്ങളുടെ മിടുക്കാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചു. എന്തായാലും അവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മിടുക്കാണ്, ഞങ്ങളുടെ കഴിവാണ് എന്ന രീതിയിലാണ്. ഇവിടെ സഹായിച്ചവനുമില്ല, അതിനുവേണ്ടി പ്രയത്നിച്ചവനുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടി ഇവിടെ വന്നു, ഇക്കാര്യം പറയാനുള്ളത് പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഒരുമയാണ് ഇവിടെ കണ്ടത്, ഒരു നന്മയാണ് ഇവിടെ കണ്ടത് എന്ന് മമ്മൂട്ടി പറഞ്ഞു. എന്തായാലും ഈ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളോട്, CPM ആളുകളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് കേരളത്തിന്റെ മിടുക്കാണ്, കേരളത്തിന്റെ നന്മയാണ്. എല്ലാ ഘട്ടങ്ങളിലും കേരളം എല്ലാ കാര്യങ്ങളിലും ഒന്നാമതെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒന്നാമതെത്തിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരുമയാണ്, കേരളത്തിന്റെ നന്മയാണ്. ചില ആളുകളൊക്കെ മാറി നിന്നിട്ടുണ്ട്. ആ മാറി നിന്ന ആളുകളെ നമുക്കിവിടെ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട, അവർ മാറി നിൽക്കട്ടെ. എന്തായാലും ഇവിടെ കേന്ദ്രം പോലും സഹായിക്കാൻ മടി കാണിച്ച സമയത്ത്
കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് ഇവിടെ ആ ദുരന്തത്തിന്റെ ഇരകളെ സഹായിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് 51 വീടുകളിൽ മുസ്ലിം ലീഗ് കൊടുത്തു. നല്ല ഒരു വീടുകളാണ് കൊടുത്തത്. നല്ല നല്ല ഭംഗിയുള്ള നല്ല സംവിധാനങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാണ് കൊടുത്തത്. കുറച്ചൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു. അതിന്റെ മുന്നിൽ നിന്ന് ആ പരിപാടിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയ മുസ്ലിം ലീഗ് ഞങ്ങളത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇത് അവരുടെ മാത്രം നേട്ടമായിട്ടൊന്നും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. അതേസമയം ഇത് പിണറായി വിജയന്റെ മാത്രം നേട്ടമാണ്, CPM മാത്രം നേട്ടമാണ്, കേരളം ഈ നമ്പർ 1 ആകുന്നതൊക്കെ ഈ ഒരു ഗവൺമെന്റിന്റെ മിടുക്കാണ് എന്ന രീതിയിൽ പറഞ്ഞു. കൊടുക്കാനുള്ളത് മമ്മൂട്ടി കൊടുത്തു. ഇനി കിട്ടാനുള്ളത് മേടിച്ച് മിണ്ടാതിരിക്കുക, വെറുതെ ഈ ചൊറിഞ്ഞ് മാന്തി ആകെ പ്രശ്നങ്ങളാക്കണ്ട എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട സഖാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്.